നമസ്കാരം സുഹൃത്തുക്കളെ. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. അവരെ രണ്ടുപേരെയും ഞാൻ നോർമലായിട്ട് തന്നെ പ്രസവിക്കുകയാണ് ചെയ്തത്. ഒരാളെ 15/12/2004 ഒരാൾ 23/8/2008 പ്രസവിച്ചത്. രണ്ടുപേരെയും നന്നായിട്ട് പെയിൻ എടുത്ത് ഏതൊരമ്മയും എങ്ങനെയാണോ പ്രസവിക്കുന്നത് അതേപോലെ തന്നെ വേദന എടുത്ത് തന്നെയാണ് ഞാൻ പ്രസവിച്ചത്. പിന്നെ പല അമ്മമാർക്കും ഇല്ലാത്ത ഒരു വേദന ഞാൻ അതിന് ശേഷം അനുഭവിച്ചു. അത് എനിക്ക് തോന്നുന്നു എനിക്ക് പ്രസവ വേദനയെക്കാളും അപ്പുറമായിരുന്നു ആ വേദന. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ ഒട്ടും പറഞ്ഞറിയിച്ച് നമുക്ക് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വേദനയായിരുന്നില്ല. അതായത് കുറേ നാൾ എൻ്റെ കുഞ്ഞിന് മുലയൂട്ടുമ്പം കൂട്ടുമ്പം നിപ്പിൾ പഴുത്തിട്ട് ഈ ചോരയും പഴുപ്പും ചോരയും ഒക്കെയാണ് അതിനകത്തുനിന്ന് ചാടിക്കൊണ്ടിരുന്നത്. അത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത, അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വേദനയാണ്. എൻ്റെ 2 മക്കളും ഉണ്ടായിക്കഴിഞ്ഞ് ഞാൻ മാസങ്ങളോളം അനുഭവിച്ച ഒരു വേദന എന്ന് പറയുന്നത് ഈ നിപ്പിൾ പഴുത്ത വേദനയാണ്. അത് ഒരിക്കലും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിക്കില്ല. അത് അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് പറയട്ടെ, അല്ലാതെ എനിക്ക് നിങ്ങളെ എത്രമാത്രം പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിപ്പിൾ പഴുത്തിട്ട് ചോരയും ഈ പഴുപ്പും ചോരയുമാണ് അതിനകത്തുനിന്ന് ചാടിക്കൊണ്ടിരുന്നത്. അത് ചില അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഞാൻ മാസങ്ങളോളം, ഒരു കുഞ്ഞ് പാലുകൂടി മാറുന്ന കുറേ നാളുകളോളം ഞാൻ അനുഭവിച്ച ഒരു വേദനയാണത്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുന്നൊരു വേദനയല്ല. പറഞ്ഞു വരുന്നത് വെച്ചുച്ചിറയെല്ലാം ചെന്നിത്തല നവോദയയിൽ മരിച്ച അഭിഗീതിനെക്കുറിച്ചും അതിന് മുമ്പേ പഠിച്ച നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് എനിക്ക്. ഒരു കാരണവശാലും ഒരാളും വെറുതെ അതായത് അതിനകത്ത് വരുന്ന കമൻസിന് സത്യം പറഞ്ഞാൽ അത് വായിക്കുന്ന ഓരോ പേരൻസ്, ഈ നവോദയ പഠിക്കുന്ന കുട്ടികളുടെ ഓരോ പേരൻസിനെയും കുത്തി പറയുന്ന വളരെ മോശമായെന്ന് വെച്ചാൽ നമ്മളെന്തോ നമ്മുടെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ കൊണ്ടിടുന്നതാണ് ഈ നവോദയ എന്നുള്ള രീതിയിൽ, ഒരുമാതിരി ജയിലിലോട്ട് പറഞ്ഞു വിടുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ സംസാരം. അത് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നവരുടെ ചങ്ക് പടയും. കാരണം ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ആ മക്കളെ സ്നേഹിക്കുന്നത് ഞങ്ങളായിരിക്കും. കാരണം അവർ അവധിക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിലർ വന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓരോ പ്രാവശ്യം അവരെ കാണാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിലവുകൾ നിങ്ങളൊരു ദിവസം നിങ്ങളൊരു കുട്ടികളെ വീട്ടിൽ നോക്കുന്നതിനേക്കാളും കൂടുതലാണെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പിന്നെ ഫീസ് കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കേണ്ട ആൾക്കാരുമുണ്ട് അവിടെ. ഞങ്ങളൊക്കെ ഫീസ് കൊടുത്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഫീസ് കൊടുക്കേണ്ടാത്തവരുമുണ്ട് അവിടെ, പക്ഷേ ഫീസ് കൊടുക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും ഫീസ് ഇല്ല എന്നൊരു ധാരണയൊക്കെ തെറ്റ് തന്നെയാണ്. അപ്പം പറഞ്ഞു വരുന്നത്, എല്ലാ അമ്മമാരും പ്രസവിച്ച പോലെ തന്നെ വളരെ നൊന്ത് പ്രസവിച്ച് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ഞാൻ ഇപ്പോഴും എടുത്ത വേദനയും ഒക്കെ ആയിട്ട് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കേൾക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളങ്ങനെ പിന്നെ ചിലർ പറയുന്നുണ്ട് ആർക്കെങ്കിലും കുറച്ച് കോച്ചിങ് കൊടുത്താൽ കിട്ടുന്നതാണ് ഇതൊക്കെയാണ്. അങ്ങനെയൊന്നും കിട്ടുന്ന ഒരു സംഭവം അല്ലിത്. അതായത് ഒരു ജില്ലയിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 1500-നും 2000-നും ഇടയ്ക്ക് കുട്ടികൾ ഈ എക്സാം എഴുതാറുണ്ട്. കൊറോണയ്ക്ക് ശേഷമാണ് അത് കുറച്ച് കുറഞ്ഞത്. അതിന് മുമ്പൊക്കെ നല്ല രീതിയിൽ എൻ്റെ മൂത്ത മോനൊക്കെ പഠിച്ചപ്പോൾ നല്ലപോലെ പിള്ളേർ എഴുതിയ 1800 പേര് ആ വർഷം എഴുതിയതായിട്ടാണ് എൻ്റെ അറിവ്. അതിൽ 80 കുട്ടികൾക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുക? ഒരു കാരണവശാലും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്ന ആഗ്രഹമാണ് എല്ലാ അമ്മമാരെപ്പോലെയും അച്ഛന്മാരെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. ആ വിദ്യാഭ്യാസം പക്ഷേ ഇതിലും മോശം അവസ്ഥയിലുള്ള ഒരു സ്കൂളിൽ നിന്നാണ്, അതായത് ഫീസ് കൊടുത്ത് അവർ ചോദിക്കുന്ന ഫീസും ചോദിക്കുന്ന കാര്യങ്ങളും ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്ത് ഇതിലും മോശം അനുഭവം എനിക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂളിൽ പഠിപ്പിച്ച അനുഭവം എനിക്കുണ്ട് എന്നത് തന്നെ മറ്റൊരു കാര്യമാണ്. എത്രയോ സ്കൂളുകളിൽ ഇതുപോലെ മാനസിക പീഡനം അനുഭവിക്കുന്നു, നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അത് ഒരുപാട് മാനസിക ബുദ്ധിമുട്ട്. എൻ്റെ മൂത്ത മോനെ ചേർത്തിട്ട് അവനെ അവിടുന്ന് നവോദയയിൽ കിട്ടി മാറ്റിയപ്പോൾ എൻ്റെ 2ാമത്തെ മോൻ അതേ സ്കൂളിൽ പഠിച്ചപ്പോൾ അവനെ മാനസികമായിട്ട് ഒരുപാട് ഹരാസ് ചെയ്തു ആ സ്കൂളുകാർ. ഒരുപാട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയാൻ വന്നിരിക്കുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ നാണമില്ലൊരു ഗുഡ് മോർണിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആദ്യമായിട്ട് ചേർക്കുന്ന സ്കൂളൊന്നുമല്ല. ഇതുപോലെ ഒരുപാട് മോശം അനുഭവം. 2ാം റാങ്ക് ആ പഴയ സ്കൂളിൽ 2ാം റാങ്കോ 3ാം റാങ്കോ ഉണ്ടായിരുന്ന എനിക്ക് എൻ്റെ മോന് അവരെഴുതി തന്ന റാങ്ക് 16ാം റാങ്കാണ്. അത് ഞാൻ ചെന്ന് തിരുത്തി, അവിടെ അലറിക്കറിഞ്ഞ് ബഹളമുണ്ടാക്കി തിരുത്തി ഒരുപാട് പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നം. എനിക്ക് ആ നേരത്തെ പഠിച്ച സ്കൂളിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോശം അനുഭവം എനിക്ക് പറയാനുള്ളത്. അന്ന് മുതൽ എൻ്റെ മൂത്ത മോൻ ആ സ്കൂളിൽ, നവോദയ സ്കൂളിൽ വെച്ചുച്ചിറ പഠിക്കുന്നുണ്ട്. അവിടുത്തെ അവൻ്റെ സൗകര്യങ്ങളും അവൻ്റെ ഇഷ്ടവും കണ്ടിട്ട് തന്നെയാണ് എൻ്റെ 2ാമത്തെ മോൻ, അവൻ്റെ നിർബന്ധത്തിനാണ് അവനെ വിട്ടത്. 2ാമത്തെ കുഞ്ഞിനെ നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യും, കുഞ്ഞാണല്ലോ എന്നോർത്ത്. അപ്പം മൂത്ത ആളോട് ഇല്ലെന്നല്ല, പക്ഷേ എന്നാലും കുറച്ചുകൂടെ നമ്മൾ കുഞ്ഞാണെന്നൊരു തോന്നൽ, അതുകൊണ്ട് വിടണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അവൻ്റെ ഒരാളുടെ നിർബന്ധത്തിനാണ് 2ാമത്തെ ആളും
അവിടെ തന്നെ പോയി. ഇപ്പോൾ 10ാം ക്ലാസ്സിലായപ്പോഴും ഞങ്ങൾ ആവുന്ന പറഞ്ഞാൽ ഇനി ഒരാൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഓടാൻ വയ്യ, നമുക്ക് ഇവിടെങ്ങാനും ചേരാം ആവുന്ന പറഞ്ഞ, പക്ഷെ അവൻ വരാൻ തയ്യാറല്ല. കാരണം അവിടുത്തെ സൗകര്യങ്ങൾ അത്രയ്ക്കാണ്. കാരണം ഇവിടെ വീട്ടിൽ വന്ന് അവർക്ക് കളിക്കാൻ പോകാനൊരു കളിസ്ഥലമില്ല. എത്ര പഞ്ചായത്തുകളുണ്ട് കുട്ടികൾക്ക് കളിസ്ഥലം, നിങ്ങൾ പറയൂ. ഇതുപോലെയുള്ള സൗകര്യങ്ങൾ അവർക്ക് രാവിലെയും വൈകിട്ടും കളിക്കാനുള്ള സൗകര്യമുണ്ട്, കൃത്യമായിട്ട് എക്സസൈസ് ഉണ്ട്. അവിടെ 2 കൗൺസിലർമാരുണ്ട് എൻ്റെ അറിവിൽ. അതായത് വെച്ചിച്ചിറ നവോദയയിൽ 2 കൗൺസിലർമാരുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഈ പറഞ്ഞ പോലെ ക്യാമറ നിരീക്ഷണത്തിലുമാണ്. അവർ ഡോർമെറ്ററി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ക്യാമറ നിരീക്ഷണത്തിലുമാണ്. പിന്നെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ട്. സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങളില്ലേ? അവിടെ അടിയും ബഹളം നടക്കുന്നത്. ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ തല്ലി കൂട്ടുകാർ കൊന്നത് സ്കൂളിനകത്ത് വെച്ചാണോ? അല്ല. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പ്രായമുള്ള, അതായത് 18 വയസ്സിന് മുകളിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ ക്രൂരമായി പിന്നെ റാഗിങ് നടത്തി കൊന്നത് നിങ്ങൾ മറന്നുപോയിട്ടാണോ? അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഈ അടുത്ത കാലത്ത് എത്രയോ പെൺകുട്ടികൾ സ്കൂളുകളുടെ തന്നെ മണ്ടയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി കൊറിയൻ പ്രേമമെന്നും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ എത്രയോ ആത്മഹത്യകൾ. ഈ ഒരു ആത്മഹത്യയും ഒരു കുട്ടിയുടെയും ആത്മഹത്യ നമുക്ക് ഈ പറഞ്ഞ് നമ്മളതിനെ മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. ഈ 2 കുട്ടികളുടെ ആത്മഹത്യ ഈ ഒരേ സ്കൂളിൽ നടന്നപ്പോൾ കൃത്യമായ അന്വേഷണം വേണം. ആരുടെ ഭാഗത്താണ് എന്താണ് തെറ്റെന്ന് കൃത്യമായ അന്വേഷണം, അത് അറിയാനുള്ള ആകാംക്ഷയും ഒക്കെ എനിക്കുമുണ്ട്. കാരണം എൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നത് തന്നെ നിങ്ങൾ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുള്ള ആളാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാനും. എന്താണ് അവിടെ സംഭവിച്ചത്, എന്ത് പിഴവാണ് അവിടെ പറ്റിയിരിക്കുന്നത് എന്നറിയാനുള്ള ഒരവകാശം എനിക്കുമുണ്ട്. കാരണം എൻ്റെ 2 മക്കളവിടെ നിങ്ങൾ ഈ വന്ന് പറയുന്നവരെക്കാട്ടിൽ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയുള്ള ആളാണ് ഞാൻ. ഒരു വീട്ടിലെ ഒരു കുട്ടിയായിക്കോട്ടെ, പ്രായമുള്ള ഒരാളായിക്കോട്ടെ, ആ മരണം താങ്ങാൻ സഹിക്കുക എന്ന് പറയുന്നത്, അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ മക്കളുടെ മരണം അല്ലെ മക്കളുടെ കർമ്മം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ജന്മമെന്നേ പറയാൻ പറ്റുള്ളൂ അവരെ. കാരണം അത്രയും ശാപം. കാരണം നമ്മുടെ സുരേഷ് ഗോപി സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ മരിച്ച പട്ടടയിലെ ആ ചാരത്തിന് പോലും ആ വിങ്ങൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ മരണത്തെ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ഒരു ചെറിയ പോറലാണെങ്കിൽ പോലും, ഒരു ചെറിയ മുറിവാണെങ്കിൽ പോലും, നമുക്കൊരു മുറിവ് വന്നാൽ പക്ഷേ നമ്മളത്ര ശാലം എന്തെങ്കിലും എടുത്ത് തേച്ച് നമ്മളതങ്ങ് നിൽക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിലാണ് ആ മുറിവ് വരുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ഈ തന്തയും തള്ളയും തെറി പറയുന്നവർ ഒരു നിമിഷം ആലോചിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെയാണോ വളർത്തുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെയും വളർത്തുന്നത്. അല്ലാതെ ചുമ്മാതെ ഈ പറഞ്ഞ പോലെ അതിനൊന്നും കൊണ്ടുവിട്ടതല്ല. പിന്നെ പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് ഇതുപോലെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന എത്ര ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് കുളത്തൂർമൊഴിയാണ്. അവിടെ നല്ലൊരു താഴത്തോടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. ഉറപ്പായിട്ടും ഞാൻ ആ സ്കൂളിൽ അവരെ പഠിക്കാൻ വിട്ടേനെ. കാരണം ഞാനൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ അവിടെയാണ്. അപ്പം വിട്ടേനെ, കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസം അവിടെ കിട്ടുന്നുണ്ട് ഇത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അങ്ങനെ ഇല്ലാത്തവർ ഇതുപോലൊരു സാഹചര്യം, അതും ഇതിലും എത്രയോ മിടുക്കന്മാർ ഈ ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടാതെ പോകുന്നു. എൻ്റെ വീട്ടിലെ തന്നെ എൻ്റെ ബന്ധു ഒരു കുഞ്ഞ്, അവന് എൻ്റെ മക്കളെക്കാളൊക്കെ മിടുക്കനാണ്. അവന് നല്ല മിടുക്കൻ. എന്ത് പോയാലും അവന് ഫസ്റ്റ് മേടിക്കുന്നവനാണ് അവൻ. പക്ഷേ അവൻ എക്സാം എഴുതിയിട്ട് കിട്ടിയില്ല. അവൻ എൻ്റെ കുട്ടികൾ പോകുന്നതുകൊണ്ട് തന്നെ അവൻ അവിടെ പോകണമെന്ന് ആഗ്രഹത്തിൽ തന്നെ അവന് കുറേ നന്നായിട്ട് പഠിച്ചിട്ട് പോയി എഴുതിയാണ്. പക്ഷേ അവനവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അപ്പം ഇത് പറയുന്നവർ ഇത് കേൾക്കുന്ന ഓരോ തന്തയും തള്ളയുണ്ട്. അവരുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഇത് കിട്ടാത്തവർ ഈ പറഞ്ഞ പോലെ കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമെന്നൊക്കെ ഉള്ളൊരു കുറച്ച് ആൾക്കാർ അങ്ങനെയുണ്ട്. അതിൻ്റെ അയൽപക്കത്തെ വീട്ടിലെ കൊച്ചിന് കിട്ടി, എൻ്റെ കൊച്ചിന് കിട്ടിയില്ല എന്നുള്ള കുറേ ആൾക്കാർ കാണും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു അവസരം അവർ മുതലെടുക്കുന്ന കുറേ ആൾക്കാരും ഇതിനകത്ത് കാണും. നിഷ്പക്ഷമായിട്ട് പറയുന്ന ആൾക്കാരും കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള കുറേ പേരും കാണും ഇതിനകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല, നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നത്. ഇപ്പം ആയുഷ്കാലം നമ്മുടെ കുട്ടികളൊന്നും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, നീ 2ാമത്തെ കുട്ടിയെ വിട്ടിട്ട് നിങ്ങൾ എന്നാ എടുക്കാൻ പോകുമെന്നൊക്കെ എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. ആ പറഞ്ഞവരുടെയൊക്കെ മക്കൾ ഇപ്പം വിദേശത്തൊക്കെ പഠിക്കാനും ഒക്കെ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചില്ല, നിങ്ങളുടെ മക്കളെ ഇങ്ങനെ വിദേശത്ത് വിട്ടിട്ട് നിങ്ങൾ എന്തോ എടുക്കാൻ പോകാമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ചിലർക്കൊക്കെ ഒറ്റ കുട്ടികളൊക്കെ ഉള്ള ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഒരെണ്ണം മാത്രമുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഈ വിദേശത്തൊക്കെ പോയി പഠിക്കുന്നവർ. അപ്പോൾ അവരോടൊന്നും ഞാൻ തിരിച്ചാ ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെപ്പോഴും പുറത്ത് പോകേണ്ടവർ തന്നെയാണ്. അവർ പുറത്ത് പോയി അവർ സ്വയം പര്യാപ്തമായിട്ട് പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഇനിയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും നവോദയ സ്കൂളിൽ. പക്ഷേ ഈ സ്കൂളിൽ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരെയും പോലെ അറിയാൻ ആകാംക്ഷയുള്ള ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ കുത്തുന്നവർ ഓർക്കണം, ഇതുപോലെയുള്ള മാതാപിതാക്കൾ നിങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ള മാതാപിതാക്കളും. ഒരു നിമിഷം ചിന്തിച്ചാൽ നന്നായിരിക്കും.